ദളിത് ക്രൈസ്തവ സംവരണ വിഷയത്തിലെ കേന്ദ്ര സർക്കാർ നിലപാട് പ്രതിഷേധാർഹമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി. അതേസമയം ദളിത് ക്രൈസ്തവരോട് കേന്ദ്ര സർക്കാർ കാട്ടുന്നത് മതവിവേചനമാണെന്ന് വിമർശിച്ച് ചങ്ങനാശ്ശേരി അതിരൂപത ദളിത് കത്തോലിക്ക മഹാജനസഭ രംഗത്തെത്തിയപ്പോൾ കേന്ദ്ര നിലപാടിലൂടെ ഭരണഘടനയെ ഇല്ലാതാക്കാനാണ് ഭരണാധികാരികൾ ശ്രമിക്കുന്നതെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതിയും കുറ്റപ്പെടുത്തി. ഹിന്ദു, സിഖ്, ബുദ്ധമതങ്ങളിൽ വിശ്വസിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളും മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്ന പിന്നാക്ക വിഭാഗങ്ങളും തമ്മിൽ വിദേശി സ്വദേശി എന്ന തരത്തിലുള്ള വേർതിരിവുണ്ടെന്ന കേന്ദ്ര സർക്കാർ നിലപാട് ഭരണഘടനാ വിരുദ്ധവും പ്രതിഷേധാർഹവുമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി പ്രസ്താവനയിൽ പറഞ്ഞു. ഭരണഘടനയുടെ 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരം എല്ലാ മതങ്ങൾക്കും തുല്യ പദവിയും തുല്യ അവകാശവുമുള്ളതാണ്. ഏതു മതത്തിൽ വിശ്വസിക്കുന്നതിനും എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട്. രാഷ്ട്രത്തിന്റെ അതിർത്തികൾ മാനദണ്ഡമാക്കി പുരാതന കാലത്ത് രൂപപ്പെട്ട മതങ്ങളെ സ്വദേശിയെന്നും വിദേശിയെന്നും വേർതിരിക്കുന്നത് യുക്തിരഹിതമാണെന്നും ജാഗ്രതാ സമിതി ആക്ഷേപമുന്നയിച്ചു. സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ അവസര നിഷേധം അനുഭവിക്കുന്ന ദളിത് ക്രൈസ്തവർക്ക് നീതി ഇനിയും അകലെയാണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് അർത്ഥമാക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി. അതിനാൽ രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ സ്വീകരിച്ചിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധവും അനീതിപരവുമായ ഈ നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ സമിതി ആവശ്യപ്പെട്ടു. അതേസമയം ദളിത് ക്രൈസ്തവരോട് കേന്ദ്ര സർക്കാർ കാട്ടുന്നത് മതവിവേചനമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ദളിത് കത്തോലിക്ക മഹാജനസഭ അറിയിച്ചു. ക്രിസ്തുമതത്തെ വിദേശമതമെന്ന് പ്രചരിപ്പിച്ച് സാമൂഹ്യ ധ്രുവീകരണം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിലും ദളിത് ക്രൈസ്തവ സംവരണ വിഷയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നീതിനിഷേധ നിലപാടുകളിലും യോഗം അപലപിച്ചു. ഒപ്പം തന്നെ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ഭരണാധികാരികൾ ശ്രമിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപത സമിതിയും രംഗത്തെത്തി. സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി ഭരണഘടനയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണെന്നും കോടതിയിലെടുത്തിരിക്കുന്ന നിലപാട് ഇരട്ടത്താപ്പാണെന്നും വിലയിരുത്തി. ഷിഗ്യാന ന്യൂസ്, കോട്ടയം.